ചത്ത പച്ച നമ്മുടെ അർജുൻ അശോകൻ നായകനായി വന്നിരിക്കുന്ന പുതിയ പടം. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ കമ്പനിയാണ്. അതായത് ദുൽഖർ അങ്ങാണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ മലയാള സിനിമയിൽ നമ്മൾ ഇന്നേ വരെ കാണുന്ന ടൈപ്പ് ഒരു പടമാണ്. അതായത് റെസ്ലിംഗ് ഫിലിം ആണെന്ന് വെച്ചാൽ അങ്ങനത്തെ ടൈപ്പ് റെസ്ലിംഗ് ഫിലിം അല്ല. ഇത് നമ്മൾ WWE നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ WWE ടൈപ്പ് ഒരു മൂവിയാണ്. അത് നമ്മുടെ മലയാളം വേർഷനിൽ എങ്ങനെ ഉണ്ടാവും, ആ മലയാളം വേർഷനിൽ എടുത്ത് എങ്ങനെ ഉണ്ടാവും, ആ ടൈപ്പ് ഒരു മൂവിയാണ് ഇത്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥയായിട്ട് പ്രത്യേകിച്ച് ഇന്നതൊന്നും ഇല്ല. കഥയിൽ ഇന്നത്തെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഇതൊരു ഗുസ്തിപ്പടം ടൈപ്പായി WWE സ്പൂഫ് ടൈപ്പായിട്ടുള്ള ഇതിന് നമ്മുടെ കൊച്ചിയിലൊരു WWE നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഇതേപോലെ ആക്ഷൻ ഇടി, ഒറിജിനൽ ഇടി അല്ല, ഇതേപോലെ ആക്ടിങ് സ്റ്റൈൽ ഇടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതായത് നമ്മുടെ ജോൺ സീന, അണ്ടർടേക്കർ അങ്ങനെയുള്ള പഴയ കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു മിക്സ് ഓഫ് ഇത് വന്നിട്ട് ഒരു റെസ്ലിംഗ് ടൈപ്പ് ഒരു പടമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിരിക്കാം. അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല, ചുമ്മാ നമുക്ക് കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ പടമാണ്. അതിനകത്ത് ഫസ്റ്റ് ഒരു മണിക്കൂർ ഭയങ്കര ലാഗാണ്. എന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ ഗുസ്തിയുടെ അതൊന്ന് ബിൽഡപ്പ് ചെയ്ത് ഇടാനായിട്ട് ഇവരുടെ ഈ ഐഡിയയിലോട്ടൊന്ന് ഫോം ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു, ഫീൽ ചെയ്തായിരുന്നു. അതിനുശേഷം ആ 1 അവർ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കഥ ശരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ക്യാമിയോ ഉണ്ട്, ഒരു ക്യാമിയോ ഉണ്ട്. അത് ഞാൻ നമ്മൾ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ക്യാമിയോയ്ക്ക് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ വരുന്നുണ്ട്, നമ്മളെല്ലാവരും കൈയടിച്ചു. ഈ ക്യാമിയോ വന്ന് അപ്പിയർ ചെയ്തു, എല്ലാവർക്കും ഭയങ്കര കൈയടി, ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഈ ക്യാമിയോയിലുള്ള പുള്ളിക്കാരൻ കൊച്ചിക്കാരനാണ്. അപ്പോൾ കൊച്ചി സ്റ്റൈലിനെ വാടാ നുമ്മ ആ സ്റ്റൈൽ അങ്ങോട്ട് ഇട്ടു. അതിട്ടപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് തോന്നി. അതായത് അത്രയും ബിൽഡപ്പ് ആക്കി വെച്ച് ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് വാ തുറന്ന് മറ്റേ കൊച്ചിൻ സ്ലാങ് അങ്ങോട്ട് പറഞ്ഞ്, അതായത് നമുക്ക് നോർമലി ഒരു കൊച്ചിക്കാരനല്ലാത്ത ഒരാൾ കൊച്ചിൻ സ്ലാങ് പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓക്വേർഡ് ഫീൽ ചെയ്യും. ആ ഓക്വേർഡ് അന്നത്തെ എനിക്ക് ഫീൽ ചെയ്തു ഈ ക്യാമിയോ പുള്ളിക്കാരൻ ഇത് പറഞ്ഞ സമയത്ത്. അതായത് നുമ്മ വന്നു, നുമ്മ ഇങ്ങനെ ചെയ്തു, നുമ്മ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ നുമ്മ കുറേ നേരം എടുത്ത് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഓക്വേർഡ് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് വാ തുറന്നോട്ട് പുള്ളിക്കാരൻ ഡയലോഗ് പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ക്യാമിയോയുടെ കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ റോഷൻ മാത്യു, വൈശാഖ് നായർ, നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ നമ്മുടെ വില്ലനായിട്ട് വന്ന ഇവർ രണ്ടുപേരും ഉണ്ട് ഇതിനകത്ത്. റോഷൻ മാത്യു നല്ല രീതിയിൽ ഫിസിക്കൊക്കെ നല്ല ബോഡിയൊക്കെ കാണിക്കുന്നു, നല്ല രീതിയിൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈശാഖ് പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ബോഡിയൊക്കെ കാണിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പണ്ടത്തെ സ്റ്റൈലായിട്ടുള്ള ഒരു ആ ടൈപ്പായിട്ടുള്ള ഗാങ്സ്റ്റർ ടൈപ്പായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നല്ല ഫൺ ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പറയാനുള്ളത് നമ്മുടെ അർജുൻ അശോകൻ്റെ കഥാപാത്രമാണ്. അർജുൻ അശോകൻ നല്ല രീതിയിൽ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. സാവിയോ എന്നാണ് പുള്ളിക്കാരൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. നല്ല രീതിയിൽ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ഓവറോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ ആവറേജേ ഉള്ളൂ. പടം ആവറേജേ ഉള്ളൂ. പക്ഷേ നിങ്ങളിത് ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു ഫൺ രീതിയിൽ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും കപ്പ് ഓഫ് ടീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ചുമ്മാ നമുക്ക് കണ്ടിരിക്കാം. അതായത് ബോർ പടമൊന്നുമല്ല, നമുക്ക് ചുമ്മാ കണ്ടിരിക്കാം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇതേപോലെ ടൈപ്പ് പടം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ഗോദ എന്ന് പറഞ്ഞ മൂവി നമ്മൾ കണ്ടിട്ടുള്ള അതിൻ്റെ അകത്ത് നമ്മൾക്ക് അത് പ്യുവർ റെസ്ലിംഗ് ആണ്. ഇതേപോലെ ആ റെസ്ലിംഗ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒറിജിനൽ റെസ്ലിംഗാണ് കാണിക്കുന്നത്. അതേപോലെ നമ്മൾ ബോക്സിംഗ് ടൈപ്പായിട്ടുള്ള പടം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ടൈപ്പ് കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ WWE, അതായത് WWE എന്ന് നമുക്കറിയാലോ, അതായത് പണ്ടത്തെ 90s കിഡ്സിൻ്റെ ഒക്കെ മെയിൻ ഒരു സാധനമാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതായത് അങ്ങനെയുള്ള അതായത് WWE കണ്ടു വളർന്നവർക്ക് ഈ പടം കുറച്ചും കൂടെ കണക്റ്റ് ആവും. അല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഈ WWE കാണാത്ത ഈ പിള്ളേരൊക്കെ വന്നിട്ട് ഈ പടം കാണാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കണക്റ്റ് ആയെന്ന് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കുറേ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് എല്ലാവർക്കും വർക്ക് ആയിക്കോണമെന്നില്ല. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ ഈ പടം കണ്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് അങ്ങോട്ട് ഈ പടത്തിന് ഇച്ചിരി ലാഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 1 അവർ ഇച്ചിരി ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഗുസ്തിയുടെ പരിപാടി ഇതേപോലെ അവർ റിങ്ങൊക്കെ സെറ്റപ്പ് ചെയ്ത് പിന്നെ ആ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും പടം അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു മെയിനായിട്ട് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. പടം നല്ല രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി. നമുക്ക് ഫണ്ണായിട്ട് രീതിയിൽ ഇതേപോലെ നമ്മൾ WWE നമ്മൾ ആക്ടിങ് കാണിക്കുന്നില്ല, അതേപോലത്തെ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബിഗ് ബോസിലെ ഒനീലിൻ്റെ അനിയൻ ഇന്നത്തെ അഭിനയിച്ചിട്ടുണ്ട്. ആ ചെറുക്കൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല തടിയൊക്കെ ഇട്ട് ആ ടൈപ്പ് ഫിസിക്കാണ്. ഒരു ബിഗ് ഷോ, നമ്മുടെ മറ്റേ റെസ്ലിംഗിലെ ബിഗ് ഷോ ഇല്ല, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ പുള്ളിക്കാരൻ ഇന്നത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അഭിനയിക്കാമെന്ന് പറയുകയില്ല. ഇന്നത്തെ അഭിനയിച്ച ഓരോരുത്തരും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് അർജുൻ അശോകൻ്റെ എഫേർട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വൈശാഖ് നായർ പുള്ളിക്കാരൻ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ റോഷൻ ഇച്ചിരി റഫായിട്ടുള്ള, ഇവർ ബാക്കിയുള്ളവരൊക്കെ ഇച്ചിരി ലൂസ് ക്യാരക്ടേഴ്സാണ്.
റോഷൻ ഇച്ചിരി കൂടെ റഫ് ക്യാരക്ടറായിട്ടാണ് വന്നത്. അത് പുള്ളി അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തു. എല്ലാവരും നല്ല ഫിസിക്ക് കേട്ടോ, എല്ലാവരുടെയും നല്ല ബോഡി നല്ല ഫിസിക്കായിട്ട് എല്ലാവരും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. കൊള്ളാം. പടം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും കപ്പ് ഓഫ് ടീ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായുള്ള ഓഡിയൻസ് വരുന്ന സമയത്ത് അവർക്കിത് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കണമെന്നില്ല. പക്ഷേ യങ്സ്റ്റേഴ്സിനും ഓൾമോസ്റ്റ് എല്ലാ യങ്സ്റ്റേഴ്സിനും ഇഷ്ടപ്പെടേണ്ടതാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വലിയ ഗുണമില്ല, സെക്കൻഡ് ഹാഫ് തൊട്ടാണ് മെയിനായിട്ട് പടം തുടങ്ങുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്തിരിക്കാം. എന്ന് വെച്ചാൽ ഈ ടൈപ്പ് സ്റ്റോറി നമ്മൾ വേറെ കണ്ടിട്ടില്ല. കഥയായിട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അമ്മാതിരി സസ്പെൻസായിട്ടോ അങ്ങനെ ത്രില്ലറായിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ട്രെയിലറിൽ കണ്ട അത് തന്നെ. അതായത് ഒരു കൊച്ചിയിൽ ഇപ്പോൾ ഒരു WWE നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവം, അത് തന്നെയാണ് ആ സിനിമയിലും ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് മെയിനായിട്ട് ആ കഥയുടെ ഇത് ആരംഭിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മെയിനിലോട്ട് ആ കഥ അങ്ങോട്ട് കിടന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല പടമാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.